ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കമ്പറേറ്റർ സർക്യൂട്ടാണ്. ഒരു ഓപ്പാമ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു കമ്പറേറ്റർ സർക്യൂട്ട് ഫോം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഒരു കമ്പറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രണ്ട് സിഗ്നൽസിനെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ടാണ് കമ്പറേറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഒരു ഓപ്പാമ്പ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാം, അതിൽ രണ്ട് ഇൻപുട്ട് ടെർമിനൽസാണ് വരുന്നത്. ഒരു ഇൻവേർട്ടിംഗ് ടെർമിനലും ഉണ്ട്, ഒരു നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലും ഓപ്പാമ്പിന് വരുന്നുണ്ട്. ഈ ഓരോ ഇൻപുട്ട് ടെർമിനലിലേക്കും ഓരോ ഇൻപുട്ട്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ആ രണ്ട് ഇൻപുട്ട് സിഗ്നലുകളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിരിക്കും കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒരു കമ്പറേറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, ദിസ് കമ്പറേറ്റർ കമ്പയേഴ്സ് വോൾട്ടേജ് അറ്റ് ദി ഇൻവേർട്ടിംഗ് ടെർമിനൽ and the voltage at the non-inverting terminal, and according to that it produces the output. ആ ഇൻവേർട്ടിംഗ് ടെർമിനലിലെയും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെയും വോൾട്ടേജുകളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ഒരു പ്ലസ് വി സാറ്റ് ഔട്ട്പുട്ട് ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ഒരു മൈനസ് വി സാറ്റ് ഔട്ട്പുട്ട് ആയിരിക്കും കമ്പറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഒരു സാച്ചുറേഷൻ റീജിയനിലാണ് ഈ കമ്പറേറ്റർ സർക്യൂട്ടിൽ ഓപ്പാമ്പ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്. ദെൻ നമ്മൾ ഈ ഒരു കമ്പറേറ്റർ സർക്യൂട്ട് കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് ഇൻപുട്ട് സിഗ്നലുകളെ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. ഈ ഇൻപുട്ട് സിഗ്നലുകളിൽ ഒരു ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ടെർമിനലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നത് നോർമലി ഒരു റഫറൻസ് സിഗ്നൽ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഒരു വോൾട്ടേജ് റെഫറൻസ് സിഗ്നൽ ഒരു ഇൻപുട്ട് ടെർമിനലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. സെക്കൻഡ് ഇൻപുട്ട് ടെർമിനലിലേക്ക് ഒരു വേരിയബിൾ ഇൻപുട്ട് സിഗ്നൽ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരു വേരിയബിൾ ഇൻപുട്ട് സിഗ്നലിനെ ഒരു കോൺസ്റ്റന്റ് റെഫറൻസ് സിഗ്നലായിട്ട് കമ്പയർ ചെയ്യാനായിട്ടാണ് കമ്പറേറ്റർ സർക്യൂട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഒരു ഫിക്സഡ് റെഫറൻസ് വോൾട്ടേജ് ഒരു ഇൻപുട്ട് ടെർമിനലിൽ കൊടുക്കുന്നു. അടുത്ത ഇൻപുട്ട് ടെർമിനലിൽ ഒരു വേരിയബിൾ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ആ വേരിയബിൾ ഇൻപുട്ട് സിഗ്നലും ഫിക്സഡ് റെഫറൻസ് സിഗ്നലും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കമ്പറേറ്റർ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റ് ആയിരിക്കും. ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് മൈനസ് വി സാറ്റ് ആയിരിക്കും. ദെൻ ഈ ഒരു കമ്പറേറ്റർ സർക്യൂട്ട് അപ്പോൾ നമ്മുടെ ഇൻപുട്ട് സിഗ്നലിനെ ഒരു പർട്ടിക്കുലർ റെഫറൻസ് സിഗ്നലായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ആ ഒരു റെഫറൻസ് സിഗ്നലിനേക്കാൾ കൂടുതലാണോ അല്ലെങ്കിൽ ആ റെഫറൻസ് സിഗ്നലിനേക്കാൾ കുറവാണോ നമ്മുടെ വേരിയബിൾ ഇൻപുട്ട് സിഗ്നൽ എന്നുള്ളതാണ് കമ്പറേറ്റർ സർക്യൂട്ട് കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ കമ്പറേറ്ററിനെ ഒരു വോൾട്ടേജ് ലെവൽ ഡിറ്റക്ടർ സർക്യൂട്ട് എന്നും പറയും. കാരണം ആ ഒരു വോൾട്ടേജ് ലെവൽ അല്ലെങ്കിൽ ആ ഒരു റെഫറൻസ് ലെവൽ അതിനേക്കാൾ കൂടുതലാണോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവാണോ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ എന്നുള്ളൊരു ഇൻഫർമേഷനാണ് കമ്പറേറ്ററിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കമ്പറേറ്റർ സർക്യൂട്ടിനെ ഒരു വോൾട്ടേജ് ലെവൽ ഡിറ്റക്ടർ സർക്യൂട്ട് എന്ന് നമ്മൾ പറയും. ഇനി നമുക്ക് ഈ ഒരു കമ്പറേറ്റർ സർക്യൂട്ട് രണ്ട് രീതിയിൽ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഒരു നോൺ ഇൻവേർട്ടിംഗ് കമ്പറേറ്ററും ഇൻവേർട്ടിംഗ് കമ്പറേറ്ററും. ഒരു നോൺ ഇൻവേർട്ടിംഗ് കമ്പറേറ്റർ സർക്യൂട്ടും അതുപോലെ തന്നെ ഒരു ഇൻവേർട്ടിംഗ് കമ്പറേറ്റർ സർക്യൂട്ടും നമുക്ക് ഡിസൈൻ ചെയ്യാം. സോ ഈ രണ്ട് സർക്യൂട്ടുകളും അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ വേവ് ഫോമും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു നോൺ ഇൻവേർട്ടിംഗ് കമ്പറേറ്റർ സർക്യൂട്ടാണ് ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു നോൺ ഇൻവേർട്ടിംഗ് കമ്പറേറ്റർ സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ ഒരു റെഫറൻസ് വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ റെഫറൻസ് വോൾട്ടേജ് ഈക്വൽ ടു 1 volt is connected to the inverting terminal of the op-amp, and to the non-inverting terminal a time varying input signal is applied. ഒരു സൈനസോയിഡൽ ടൈം വേരിയിങ് ഇൻപുട്ട് സിഗ്നൽ ആണ് നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്ലസ് വി സാറ്റ് ആയിരിക്കും. ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് മൈനസ് ബി സാറ്റ് ആയിരിക്കും. ദെൻ ഈ ഒരു സർക്യൂട്ടിൽ നമ്മളിപ്പോൾ ഇൻപുട്ട് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇൻവേർട്ടിംഗ് ടെർമിനലിലെ റഫറൻസ് സിഗ്നലാണ്. സോ ഇൻപുട്ട് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിതിനെ ഒരു നോൺ ഇൻവേർട്ടിംഗ് കമ്പറേറ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇൻപുട്ട് ഏത് ടെർമിനലിലേക്കാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ നെയിം വരുന്നത്. ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇതാണ് ഈ നോൺ ഇൻവേർട്ടിംഗ് കമ്പറേറ്റർ സർക്യൂട്ടിൻ്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോംസ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ ഒരു റഫറൻസ് വോൾട്ടേജ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. റഫറൻസ് വോൾട്ടേജ് ഈക്വൽ ടു +1 വോൾട്ട് ഈസ് കണക്റ്റഡ് ടു ദി ഇൻവേർട്ടിംഗ് ടെർമിനൽ. ആ ഒരു 1 വോൾട്ട് റഫറൻസ് വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ്. അതാണ് ഈ ഡാഷ്ഡ് ലൈനായിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ഒരു ടൈം വേരിയിങ് ഇൻപുട്ട് സിഗ്നലാണ് കൊടുത്തിരിക്കുന്നത്. ആ ടൈം വേരിയിങ് ഇൻപുട്ട് സിഗ്നലാണ് ഈ സൈനുസോയിഡൽ സിഗ്നലായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വർക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റ് ആയിരിക്കും. ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് മൈനസ് വി സാറ്റ് ആയിരിക്കും വരുന്നത്. സോ ഈ ഒരു സർക്യൂട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഡ്യൂറേഷൻ കൺസിഡർ ചെയ്യുക. ഈ ഒരു ഡ്യൂറേഷനിൽ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് റഫറൻസ് സിഗ്നലിനേക്കാൾ കുറവാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ചെറിയ ഡ്യൂറേഷൻ, ഈ ഒരു ഡ്യൂറേഷനിൽ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് നമ്മുടെ റഫറൻസ് സിഗ്നലിനേക്കാൾ കുറവാണ്. അതായത് ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ, നമ്മുടെ റഫറൻസ് വോൾട്ടേജ് ആണ് കൂടുതൽ. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൈനസ് ബി സാറ്റിലായിരിക്കും ഇരിക്കുന്നത്. ദെൻ ഈ ഒരു ഡ്യൂറേഷൻ കൺസിഡർ ചെയ്യുക. ഈ ഒരു ഡ്യൂറേഷനിൽ നമ്മുടെ ഇൻപുട്ട് സിഗ്നലാണ് റഫറൻസ് സിഗ്നലിനേക്കാൾ ഗ്രേറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്ലസ് വി സാറ്റിലായിരിക്കും ഇരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈ ഒരു ഡ്യൂറേഷൻ നോക്കുക. ഈ ഒരു ഡ്യൂറേഷനിൽ റഫറൻസ് സിഗ്നലാണ് കൂടുതൽ, അതായത് ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൈനസ് വി സാറ്റിലാണ് ഇരിക്കുന്നത്. ദെൻ ഈ ഒരു ഡ്യൂറേഷൻ നോക്കുക. ഇവിടെ ഇൻപുട്ട് സിഗ്നലാണ് കൂടുതൽ. സോ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്ലസ് വി സാറ്റാണ്. സോ ഈ റഫറൻസ് സിഗ്നലിനെയും ഈ ഇൻപുട്ട് സിഗ്നലിനെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആണ് നമുക്ക് ഈ കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ വന്നിരിക്കുന്നത്. ദെൻ ഇൻപുട്ട് ഈ ഒരു വി എന്ന് പറയുന്ന സിഗ്നൽ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇതിനെ നോൺ ഇൻവേർട്ടിംഗ് കമ്പറേറ്റർ എന്നുള്ള പറയും. ഇനി ഇവിടെ നമ്മളിപ്പോൾ റഫറൻസ് സിഗ്നലായിട്ട് കൺസിഡർ ചെയ്ത ഒരു പോസിറ്റീവ് വോൾട്ടേജ് ആണ്. ഇതേപോലെ തന്നെ ഒരു നെഗറ്റീവ് വോൾട്ടേജും നമുക്ക് റഫറൻസ് ആയിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അതായത് ഈ സർക്യൂട്ടിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് നമുക്ക് ഈ പോസിറ്റീവ് വോൾട്ടേജിന് പകരം ഒരു നെഗറ്റീവ് വോൾട്ടേജ് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. സോ ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ, അതായത് വി റെഫറൻസ് എന്ന് പറയുന്നത് ഒരു -1 വോൾട്ടേജ് ആണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോംസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ നമ്മുടെ റെഫറൻസ് വോൾട്ടേജ് ആണ് ഈ ഫിക്സഡ് ലൈൻ വെച്ചിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ വരുന്ന ഇൻപുട്ട് സിഗ്നലാണ് ഈ VIN ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ വർക്കിംഗ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റും, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് മൈനസ് വി സാറ്റും, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റും ആയിരിക്കും വരുന്നത്. സോ ഈ ഒരു ഡ്യൂറേഷൻ കൺസിഡർ ചെയ്യുക. ഈ ഒരു ഡ്യൂറേഷനിൽ VIN സിഗ്നലാണ് നമ്മുടെ റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതൽ. അതായത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്ലസ് വി സാറ്റിലാണ് ഇരിക്കുന്നത്. ദെൻ ഫ്രം ഹിയർ ടു ഹിയർ ദ റെഫറൻസ് സിഗ്നൽ ഈസ് ഗ്രേറ്റർ ദാൻ ദി ഇൻപുട്ട് സിഗ്നൽ. സോ
ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൈനസ് ബി സാറ്റിലാണ് ഇരിക്കുന്നത്. ദെൻ ഫ്രം ഹിയർ ടു ഹിയർ we can see the input signal is greater. ഇൻപുട്ട് സിഗ്നൽ അല്ലെങ്കിൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ, സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്ലസ് വി സാറ്റ് ആയിരിക്കും. സോ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് വി റെഫറൻസിനേക്കാൾ കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റും, ഇൻപുട്ട് വോൾട്ടേജ് റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കുറവാണെങ്കിൽ ഔട്ട്പുട്ട് മൈനസ് വി സാറ്റും ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് നമ്മുടെ ഒരു നോൺ ഇൻവേർട്ടിംഗ് കമ്പറേറ്റർ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് വരുന്നത്. Then ഈ ഒരു സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിൽ ഈ രണ്ട് ഡയോഡ്സ് D1 ആൻഡ് D2 ഡയോഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ D1 ആൻഡ് D2 ഡയോഡ്സ് ഒരു പ്രൊട്ടക്റ്റീവ് ഡയോഡ്സ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ദിസ് D1 ആൻഡ് D2 ഡയോഡ്സ് പ്രൊട്ടക്ട് the op-amp from damage due to excessive input voltage. ഇവിടെ ഒരു എക്സസീവ് ഇൻപുട്ട് വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഈ ഓപ്പാമ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ D1 ആൻഡ് D2 ഡയോഡ്സ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കമ്പറേറ്ററിൻ്റെ വർക്കിംഗ് കൺസിഡർ ചെയ്യുമ്പോൾ ഒന്നല്ലെങ്കിൽ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് കൂടുതൽ, ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് കൂടുതൽ, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് കുറവായിട്ട് വരുന്നൊരു കണ്ടീഷൻ വരാം. സോ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് കൂടുതൽ, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് കുറവും ആണെങ്കിൽ ഡയോഡ് D1 കണ്ടക്ട് ചെയ്യും, ഡയോഡ് D2 എന്ന് പറയുന്നത് ഓഫ് സ്റ്റേറ്റിലായിരിക്കും. സോ ഇൻവേർട്ടിംഗ് ടെർമിനലിനും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിനും ഇടയ്ക്ക് വരുന്ന ആ വോൾട്ടേജ് എന്ന് പറയുന്നത് പ്ലസ് 0.7 വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. ഒരു കണ്ടക്റ്റിംഗ് ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7 വോൾട്ടേജ് ആണ്. ഇനി അതല്ല, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് കൂടുതലും ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് കുറവുമാണെങ്കിൽ D2 ഡയോഡ് കണ്ടക്ട് ചെയ്യും, D1 ഡയോഡ് ഓഫ് ആയിരിക്കും. സോ ഇൻവേർട്ടിംഗ് ടെർമിനലിനും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിനും ഇടയ്ക്ക് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് മൈനസ് 0.7 വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, സോ ദീസ് ടു ഡയോഡ്സ് D1 ആൻഡ് D2 clamps the voltage across the input terminals of the op-amp to either plus 0.7 volt or to minus 0.7 volt. op-ampന്റെ ഇൻപുട്ട് ടെർമിനലിന് ഇടയ്ക്കുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ പ്ലസ് 0.7 വോൾട്ടേജ് ആയിരിക്കും, അല്ലെങ്കിൽ മൈനസ് 0.7 വോൾട്ടേജ് ആയിരിക്കും വരുന്നത്. സോ ഇൻപുട്ട് വോൾട്ടേജ്, നമ്മുടെ ഈ വി എന്ന് പറയുന്ന ഇൻപുട്ട് വോൾട്ടേജ് ഒരു പരിധി വിട്ട് കൂടിയാലും അതിൻ്റെ എഫക്റ്റ് ഓപ്പാമിൻ്റെ ഇൻപുട്ടിലേക്ക് പോകുന്നില്ല. കാരണം ഓപ്പാമിൻ്റെ ഇൻപുട്ടിൽ 0.7 അല്ലെങ്കിൽ മൈനസ് 0.7 വോൾട്ടേജോ ആയിരിക്കും ഇൻപുട്ട് ടെർമിനൽസിനിടയ്ക്ക് വരുന്നത്. സോ ഈ രണ്ട് ഡയോഡ്സ് അങ്ങനെ ഓപ്പാമ്പിനെ ഒരു ഹൈ വോൾട്ടേജിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും. ദെൻ സിൻസ് ദീസ് ഡയോഡ്സ് ക്ലാംപ്സ് ദി വോൾട്ടേജ് അക്രോസ് ദ ഇൻപുട്ട് ടെർമിനൽ ടു either plus 0.7 or minus 0.7, these diodes are also called clamp diodes. Then ഈ ഒരു സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു റെസിസ്റ്റൻസ് R നമ്മൾ Vന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദിസ് റെസിസ്റ്റൻസ് R ഈസ് യൂസ്ഡ് ടു അവോയ്ഡ് എ ലാർജ് കറന്റ് ഫ്ലോ ത്രൂ ദിസ് ഡയോഡ്സ് D1 and D2. Okay, that means this resistance R in series with Vn is used to limit the current through diodes D1 and D2. ഈ D1 and D2 കൂടി ഒരു എക്സസീവ് കറണ്ട് ഫ്ലോ ചെയ്തിട്ട് ഈ ഡയോഡ്സ് ഡാമേജ് ആകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് Vന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഓഫ്സെറ്റ് പ്രോബ്ലം മിനിമൈസ് ചെയ്യാനായിട്ട് വി നീഡ് ടു കണക്ട് ആൻ ഓഫ്സെറ്റ് മിനിമൈസിങ് റെസിസ്റ്റൻസ് ടു ദി ഇൻവേർട്ടിംഗ് ടെർമിനൽ. ഈ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ഒരു ഓഫ്സെറ്റ് മിനിമൈസിങ് റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്യണം. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ആ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ആ സെയിം റെസിസ്റ്റൻസ് തന്നെ നമ്മൾ ഇവിടെ വി റെഫറൻസിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഇതാണ് നോൺ ഇൻവേർട്ടിംഗ് കമ്പറേറ്റർ സർക്യൂട്ട് വരുന്നത്.
ഇനി നമുക്ക് ഒരു ഇൻവേർട്ടിംഗ് കമ്പറേറ്റർ സർക്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, ഇതാണ് ഒരു ഇൻവേർട്ടിംഗ് കമ്പറേറ്റർ സർക്യൂട്ട്. ഈ ഒരു ഇൻവേർട്ടിംഗ് കമ്പറേറ്റർ സർക്യൂട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് നമ്മൾ റഫറൻസ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യണം. ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ Vin കൊടുക്കേണ്ടത്. സോ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുമ്പോഴാണ് അതൊരു ഇൻവേർട്ടിംഗ് കമ്പറേറ്റർ ആകുന്നത്. ദെൻ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ആ ഒരു റഫറൻസ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു പൊട്ടൻഷ്യോമീറ്റർ അറേഞ്ച്മെൻ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു RP എന്ന് പറയുന്ന ഈ ഒരു പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ യൂസ് ചെയ്തു. അതിൻ്റെ ആ വേരിയബിൾ പോയിന്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ വൈപ്പർ നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒരു എൻഡ് +VCCയിലേക്ക് കണക്ട് ചെയ്തു. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ അടുത്ത എൻഡ് -VEEയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ വൈപ്പർ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒന്നില്ലെങ്കിൽ ഒരു പോസിറ്റീവ് വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ നമുക്ക് ഒരു പോസിറ്റീവ് റഫറൻസ് വോൾട്ടേജോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് റഫറൻസ് വോൾട്ടേജോ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ആ ഒരു ടൈം വേരിയിങ് ഇൻപുട്ട് സിഗ്നലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് ഡയോഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊട്ടക്റ്റീവ് ഡയോഡ്സ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാമ്പിംഗ് ഡയോഡ്സ് അല്ലെങ്കിൽ ക്ലാമ്പ് ഡയോഡ്സ് ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് +Vsatഉം ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ ഔട്ട്പുട്ട് -Vsatഉം ആയിരിക്കും വരുന്നത്. സോ നമുക്ക് ഇതിൻ്റെ വേവ് ഫോം വെച്ചിട്ട് വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഇതാണ് ഒരു ഇൻവേർട്ടിംഗ് കമ്പറേറ്ററിൻ്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോംസ്. ഇവിടെ നമ്മൾ ഒരു പോസിറ്റീവ് റഫറൻസ് വോൾട്ടേജ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതായത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ഒരു പോസിറ്റീവ് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് ആ ഒരു ടൈം വേരിയിങ് സൈനുസോയിഡൽ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ടൈം ഡ്യൂറേഷൻ കൺസിഡർ ചെയ്യുക. ഈ ഒരു സ്മോൾ ടൈം ഡ്യൂറേഷനിൽ വി ക്യാൻ സി ദ റഫറൻസ് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ ദി ഇൻപുട്ട് സിഗ്നൽ. റഫറൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് +Vsat ആണ്. ഇനി ഈ ഒരു ടൈം ഡ്യൂറേഷൻ കൺസിഡർ ചെയ്യുക. ഡ്യൂറിങ് ദിസ് ടൈം ഡ്യൂറേഷൻ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ. Vin വോൾട്ടേജ് ആണ് നമ്മുടെ റഫറൻസ് വോൾട്ടേജിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടിരിക്കുന്നത്. സോ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് -Vsat ആണ്. ദെൻ കൺസിഡർ ദിസ് ടൈം ഡ്യൂറേഷൻ. ഡ്യൂറിങ് ദിസ് ടൈം ഡ്യൂറേഷൻ V റഫറൻസ് വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ Vn. സോ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ. ഔട്ട്പുട്ട് +Vsat ആണ്. ദെൻ ഡ്യൂറിങ് ദിസ് ടൈം ഡ്യൂറേഷൻ Vin വോൾട്ടേജ് ഈസ് ഗ്രേറ്റർ ദാൻ ദ V റഫറൻസ്. സോ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് -Vsat ആയിരിക്കും. സോ ഇൻപുട്ട് വോൾട്ടേജ് ആണ് റഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിൽ -Vsat ആയിരിക്കും വരുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് V റഫറൻസ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കേസും കൺസിഡർ ചെയ്യാം. സോ അതിൻ്റെ വേവ് ഫോം നോക്കാം. സോ ഇവിടെ നമ്മൾ ഒരു നെഗറ്റീവ് റഫറൻസ് വോൾട്ടേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു നെഗറ്റീവ് റഫറൻസ് വോൾട്ടേജ് ആണ് നമ്മൾ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഈ ഒരു ടൈം വേരിയിങ് സൈനുസോയിഡൽ സിഗ്നലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൈം ഡ്യൂറേഷൻ കൺസിഡർ ചെയ്യുക. ഇവിടെ Vin സിഗ്നലാണ് നമ്മുടെ റഫറൻസ് സിഗ്നലിനേക്കാൾ ഗ്രേറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ. സോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് -Vsat ആയിരിക്കും വരുന്നത്. ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ റഫറൻസ് സിഗ്നലാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നലിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടിരിക്കുന്നത്. സോ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ. ഔട്ട്പുട്ട് +Vsat ആണ്. ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ നമ്മുടെ ഇൻപുട്ട് സിഗ്നലാണ് റഫറൻസ് വോൾട്ടേജിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടിരിക്കുന്നത്. സോ
ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതൽ, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൈനസ് വി സാറ്റ് ആണ്. സോ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ഈ റഫറൻസ് സിഗ്നലിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ആ ഒരു ടൈമിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മൈനസ് വി സാറ്റ് ആയിരിക്കും വരുന്നത്. ഇൻപുട്ട് സിഗ്നലിൽ റഫറൻസ് വോൾട്ടേജിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ മൈനസ് വി സാറ്റും, ഇൻപുട്ട് സിഗ്നൽ റഫറൻസ് സിഗ്നലിനേക്കാൾ കുറവാണെങ്കിൽ പ്ലസ് വി സാറ്റും ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. സോ ഇതാണ് നമ്മളുടെ ഈ ഒരു ഇൻവെർട്ടിംഗ് കമ്പറേറ്റർ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് വരുന്നത്. സോ നോൺ ഇൻവെർട്ടിംഗ് കമ്പറേറ്റർ ആയാലും ഇൻവെർട്ടിംഗ് കമ്പറേറ്റർ ആയാലും അതൊരു ഇൻപുട്ട് സിഗ്നൽ ഒരു റഫറൻസ് സിഗ്നലായിട്ട് കമ്പയർ ചെയ്യുന്നു. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഏത് ടെർമിനലിലെ സിഗ്നലാണ് ഗ്രേറ്റർ എന്നുള്ളത് അനുസരിച്ച് ഉള്ള ഒരു ഔട്ട്പുട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ പ്ലസ് വി സാറ്റ് ഔട്ട്പുട്ടും, ഇൻവെർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ് ആണ് കൂടുതലെങ്കിൽ മൈനസ് വി സാറ്റ് ഔട്ട്പുട്ടും നമുക്ക് കിട്ടും. സോ ഒരു സാച്ചുറേഷൻ റീജിയനിലാണ് ഓപ്പ് ആമ്പ് ഇവിടെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്. ഒന്നല്ലെങ്കിൽ പ്ലസ് വി സാറ്റ് അല്ലെങ്കിൽ മൈനസ് വി സാറ്റ് ആയിരിക്കും കമ്പറേറ്റർ സർക്യൂട്ടിൽ ഓപ്പ് ആമ്പിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്.